जय हनुमान ज्ञान गुण सागर, जय कपीसति हु लोग उजागर। जय हनुमान ज्ञान गुण सागर, जय कपीसति हु लोग उजागर। रामदूत अतुलित बल धामा, अंजनी पुत्र पवन सुत नामा। रामदूत अतुलित बल धामा, अंजनी पुत्र पवन सुत नामा। जय हनुमान ज्ञान गुण सागर, जय कपीसति हु लोग उजागर। रामदूत अतुलित बल धामा, अंजनी पुत्र पवन सुत नामा. ജ്ഞാനസാഗര ഗുണസാഗരൻ, ജ്ഞാനത്തിൻ്റെയും ജ്ഞാനഗുണസാഗരം രണ്ടിൻ്റെയും സാഗരമാണ്. സാഗരം തന്നെ വിശാലമാണ്, അതിഗംഭീരമാണ്, ഗഹനമാണ്. എന്നാൽ സകല ജ്ഞാനമുണ്ട്. ഭൗതികജ്ഞാനം മാത്രമല്ല, ആത്മജ്ഞാനത്തിൻ്റെയും ഉടമയാണ്. അതുപോലെ തന്നെ സകല ഗുണങ്ങളും, വിശിഷ്ട ഗുണങ്ങളെല്ലാം ഒത്തുകിട്ടൽ അപൂർവമാണ്. ഹനുമാൻജിയുടെ കാര്യത്തിൽ എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്നിരിക്കുന്നു. ജയ കപീസ്, കപി ഈശ്, ഈശ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേതാവ്, തലവൻ. കപി വാനരൻ, വാനരന്മാരിൽ ഉഗ്രൻ കപീശ്. തിഹുലോക ഉജാഗരം, തിഹുലോക മൂന്ന് ലോകത്തിലും, ഉജാഗരം മൂന്ന് ലോകത്തിലും ജ്വലിച്ച് നിൽക്കുന്നത്. ഉജാഗരം എന്ന് പറഞ്ഞാൽ ജ്വലിച്ച്, പ്രജ്വലിച്ചു കൊണ്ട് നിൽക്കുന്നത്. മൂന്ന് ലോകത്തിലും ഹനുമാൻജിയുടെ യശസ് വ്യാപിച്ചു നിൽക്കുന്നു. ഹനുമാൻജി അറിയാത്തവരായിട്ട് ഭൂമിയിൽ മാത്രമല്ല ത്രിലോകങ്ങളിലും സുപ്രസിദ്ധനാണ് ഹനുമാൻജി. പിന്നെ ഏറ്റവും പ്രശസ്തമായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അംഗീകാരം രാമദൂത്, ഏറ്റവും അഭിമാനത്തോടു കൂടി ചെയ്തൊരു കാര്യമാണ് ശ്രീരാമൻ്റെ ദൂത്. ശ്രീരാമൻ്റെ ദൂത് അവിടെയും എടുത്തു പറയും, ഒരേ സമയത്ത് രണ്ടു പേർക്ക് ദൂത് പറഞ്ഞു. രാമൻ എവിടെയാണെന്നും രാമൻ വളരെ സുരക്ഷിതനായിട്ടുണ്ട് എന്നും ഉള്ള ദൂത് സീതാദേവിയെ അറിയിക്കുന്നതിൻ്റെ സൈഡായിട്ട് തന്നെ രാവണനെ മറ്റൊരു ദൂത് അറിയിച്ചു. ശ്രീരാമൻ്റെ കരുത്ത്, ശ്രീരാമൻ്റെ സൈന്യബലം, അതൊക്കെ അതിൻ്റെ സാമ്പിളാണ് ഹനുമാൻജി ലങ്കാദഹനത്തിൽ കൂടിയിട്ടൊക്കെ കാണിച്ചത്. അപ്പോൾ ഒരേ സമയത്ത് ബുദ്ധിപൂർവം ഒന്നിലധികം ദൂത് നിർവഹിച്ചവനാണെന്ന് രാമദൂത് പ്രധാനമായിട്ടെടുത്തത്. ആ രാമകാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരേ സമയത്ത് ഒന്നിലധികം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടറിഞ്ഞുകൊണ്ട് ബുദ്ധിപൂർവം പ്രവർത്തിച്ചവനാണ് ഹനുമാൻജി. പിന്നെ അതുലിത ബലധാമ, അതുല്യമായിരിക്കുന്ന, ഒന്നിനോടും ഉപമിക്കാൻ പറ്റാത്തത്. ഹനുമാൻജിയുടെ ബലത്തിനോട് വേറൊന്നിനെയും നമുക്ക് ഉപമിക്കാൻ പറ്റില്ല. അത്രയും ബലത്തിൻ്റെ ഉറവിടമാണ്. ധാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കേന്ദ്രം. പിന്നെ അഞ്ജനി പുത്ര, അഞ്ജനയുടെ പുത്രനാണ്, അഞ്ജനാതനയനാണ്. വളരെ പ്രസിദ്ധമായിരിക്കുന്ന മറ്റൊരു പേര് പവനസുതൻ. പവനസുതൻ നമ്മൾ കണ്ടു. പവനസുതനായതിൻ്റെ പ്രത്യേകത വളരെ സൈലൻറ്റ് സർവീസ്, എല്ലാവരും ശുദ്ധീകരിക്കുന്നു. അതോടൊപ്പം തന്നെ സൈലൻ്റായിട്ട് ഒരു അംഗീകാരവും പ്രതീക്ഷിക്കാതെ എപ്പോഴും സേവന സന്നദ്ധനായിട്ടിരിക്കുന്നു. അഞ്ജനിയുടെ പുത്രനാണ്. പുഞ്ചികസ്ഥല എന്നുള്ള ഒരു അപ്സരകന്യക ബൃഹസ്പതിയുടെ ആശ്രമത്തിൽ കുറച്ചു കാലം സേവനം അനുഷ്ഠിക്കാനിടയായിത്രേ. ഏതോ നേരത്തെ ഒരു ശാപത്തിൻ്റെ അടിസ്ഥാനത്തിലോ എങ്ങനെയോ അവിടെ കുറച്ചു കാലം കഴിയേണ്ടി വന്നു. പക്ഷേ അതൊരു അനുഗ്രഹമായിരുന്നു. കാരണം ആശ്രമവാസം അവർക്ക് വളരെ ഇഷ്ടമായിരുന്നു. ബൃഹസ്പതിയുടെ ഇഷ്ടപുത്രിയായിട്ട് അവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടി ആശ്രമകാര്യങ്ങളെല്ലാം നോക്കി വളരെ ബൃഹസ്പതിയുടെ പ്രീതിയെല്ലാം സമ്പാദിച്ച് ഇങ്ങനെ അവിടെ കഴിഞ്ഞു വരുന്ന ഒരു കുമാരിയായിരുന്നു എന്ന്. ഒരു ദിവസം മുനി ഭിക്ഷയൊക്കെ യാചിച്ച് കുറേ സ്ഥലങ്ങളിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഈ പുഞ്ചികസ്ഥല ആശ്രമത്തിൽ നിന്ന് കുറച്ച് ദൂരെയുള്ളൊരു സ്ഥലത്ത് വന്ന് നിന്ന് കൗമാരത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ അവിടെ ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ഇങ്ങനെ വന്ന് നിന്നിട്ട് ഒരു സ്ഥലത്ത് കുറേ ഗന്ധർവകുമാരന്മാർ അശ്വാഭ്യാസം ചെയ്യുന്നത് കണ്ടിട്ട്, കുതിരപ്പുറത്ത് കയറി സവാരി ചെയ്യുന്നതും അവരുടെ മെയ്വഴക്കവും അവരുടെ അഭ്യാസത്തിൻ്റെ തിളക്കമൊക്കെ കണ്ടപ്പോൾ അതിൽ ഇവർ മനം മറന്ന് നിന്നുപോയിന്ന്. അപ്പോൾ സ്വയം മറന്നു അവർ, ഞാനൊരു കുമാരിയാണ് എന്നുള്ള കാര്യമൊക്കെ മറന്ന് ഈ രംഗം ആ ഗന്ധർവകുമാരന്മാരെ മനസ്സുകൊണ്ട് ആസ്വദിച്ചു എന്ന്. അപ്പം അത് തെറ്റാണ്. ചപല മനസ്സായി. അതും ആശ്രമത്തിൽ വളർന്ന ഒരു കന്യക.
ഇത് കണ്ടുകൊണ്ടാണ് ഇത്ര ബൃഹസ്പതി വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ വിഷമം തോന്നി. അതുകൊണ്ട് ആ വിഷമം എങ്ങനെ വന്നു, ഈ ആശ്രമത്തിൽ ഇത്രയും അച്ചടക്കത്തോടു കൂടി ഒരു വളർന്ന പെൺകുട്ടിക്ക് എങ്ങനെ ഇങ്ങനെ തോന്നി എന്നുള്ള ആ പെട്ടെന്നുള്ള ഒരു ഇതിൽ ഇവളെ ശപിച്ചു എന്നാണ് പറയുന്നത്. ഇനി ഒരു ആ ദൗർബല്യത്തിന് അടിമയായി ഇങ്ങനെ ചപല മനസ്സിന് ഇടയായില്ലേ, അതുകൊണ്ട് നീ ചപലയായിരിക്കുന്ന ഒരു വാനരകന്യകയായിട്ട് പോട്ടെ എന്നങ്ങോട്ട് പ്രാർത്ഥിച്ചു, ഇത്രേ ശപിച്ചു എന്നാണ് പറയുന്നത്. ശാപം കിട്ടിയപ്പോഴാണ് ഇവൾക്ക് ബോധം വന്നത്, അയ്യോ മഹർഷി അത് വലിയ കഷ്ടമാണല്ലോ, ഞാൻ ഇത്രയും കാലം അങ്ങയുടെ സേവനമൊക്കെ ചെയ്ത് ഇനി വാനരകന്യകയായിട്ട് പോവാനോ, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് മഹർഷിക്കും തോന്നിയത് അത്രയും വേണ്ടിയിരുന്നില്ല, അത്രയും കാലം എന്നെ സേവിച്ചതാണല്ലോ, പക്ഷേ ശാപം ഫലിക്കാതിരിക്കില്ല. അപ്പോൾ ഉടനെ തന്നെ ശാപമോക്ഷം കൊടുത്തു. നീ പേടിക്കേണ്ട, അവിടെ പോയി കുറച്ചു കാലം വനാന്തരങ്ങളിലൊക്കെ ഇങ്ങനെ രമിച്ച് നടന്നോളൂ. അങ്ങനെ നിനക്കൊരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, നല്ലൊരു ഉത്തമനായിരിക്കുന്ന പുത്രനായിരിക്കും ജനിക്കാം. നീ വാനരകന്യകയാണെന്നപ്പോൾ വിഷമിക്കേണ്ട, അതിലുണ്ടാകുന്ന പുത്രൻ ജനിക്കുന്നതോടുകൂടി നിനക്ക് നിൻ്റെ സ്വരൂപം ഓർമ്മ വരും, താൻ ആരായിരുന്നു എന്ന്. നിനക്കപ്പോൾ വീണ്ടും എൻ്റെ ആശ്രമത്തിൽ വന്നിട്ട് എന്നെ സേവിക്കാൻ. അപ്പോൾ അവൾക്ക് സന്തോഷമായി, ഇനി എനിക്ക് മുനി സേവിക്കാൻ സാധിക്കുമല്ലോ. സമാധാനമായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും വാങ്ങി ഭൂമിയിലേക്ക് വന്നു എന്നാണ്. അങ്ങനെ പോയി ഒരു വനത്തിൽ പോയി എത്തിപ്പെട്ടു. ഒറ്റയ്ക്കാണ്. അവിടെ കുറേയൊക്കെ നടന്ന് എങ്ങനെയോ രാത്രി പേടിച്ച് മരത്തിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് കഴിച്ചു കൂട്ടി. പിറ്റേ ദിവസം ഇങ്ങനെ വിശപ്പൊക്കെ ആയി. പക്ഷെ അപ്പോഴേക്കും ഓർമ്മ വന്നു അത്രേ. നോക്കൂ, ഇതാണ് മഹർഷിമാരുടെ ആശ്രമത്തിൽ ജീവിച്ചതിൻ്റെ ഫലമായിട്ട് വാനര സ്വരൂപം സ്വീകരിച്ചപ്പോഴും ആഹാരത്തിൻ്റെ ഓർമ്മ വന്നപ്പോൾ ഉടനെ തന്നെ അതിനു മുൻപ് ഓർമ്മ വന്നു, ഞാൻ സന്ധ്യാവന്ദനാദികളൊന്നും ചെയ്തില്ലല്ലോ, ബ്രഹ്മാർപ്പണമൊന്നും ചൊല്ലാതെ ആഹാരം കഴിക്കാൻ പാടില്ല എന്ന് ഓർമ്മ വന്നു. അപ്പോൾ ആ വാനര രൂപിയായിരിക്കുന്ന അഞ്ജനയും നദിയിലിറങ്ങി ദേഹശുദ്ധി വരുത്തി സൂര്യ നമസ്കാരം എല്ലാം ചെയ്ത് കുറേ ഉപാസനയൊക്കെ ചെയ്ത ശേഷം കാട്ടിലിങ്ങനെ പിന്നെ വാനരസ്വരൂപം പ്രകാരം ഈ കാട്ടിലൊക്കെ അന്വേഷിച്ച് നടന്ന് വിശിഷ്ട ഫലങ്ങളൊക്കെ ഭുജിച്ച് ഇങ്ങനെ നടന്നു. അപ്പോൾ ചോദിച്ചു, സ്ത്രീ രൂപത്തിലല്ലേ എത്ര കാലം ഇങ്ങനെ നടക്കുക? ആ പേടിയാവാൻ തുടങ്ങി. അങ്ങനെ നടക്കുമ്പോൾ തന്നെ ആ ഭയത്തിനെ കൂടുതൽ ഇരട്ടിപ്പിച്ചുകൊണ്ട് വലിയ ശബ്ദം കേട്ടു ഇത്രേ. അപ്പോൾ ശംഭസാധനൻ എന്നുള്ള ഒരു രാക്ഷസൻ്റെ വരവാണ്. അദ്ദേഹം ആ വനം മുഴുവൻ ഇങ്ങനെ കിടിലം കൊള്ളിച്ചുകൊണ്ട് നടക്കുന്ന സമയമാണ്. എല്ലാവരെയും ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നടക്കുകയാണ്. ആ വഴിക്ക് വന്നു. അങ്ങനെ ഇവളെ കണ്ടു. ഇവളുടെ പിന്നാലെ കുറേ ഓടിച്ചു. ഓടി 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 എങ്ങനെയോ അത്ഭുതകരമായിട്ട് ഒരു പാറയുടെ ചുവട്ടിലോ എവിടെ എത്തിയപ്പോൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു എന്നാണ്. അതിൽ അഞ്ജന പിന്നീട് അങ്ങനെ പോയി അവർ ഏതോ ഒരു മലയിൽ പോയിട്ട് ആശ്രയം തേടി. അവിടെ നോക്കിയപ്പം അവിടെ മഹർഷിമാർ തപസ് ചെയ്യുന്നു. അവരുടെ ആശ്രമമാണ് അവിടെ. അപ്പോൾ അവിടെ പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ കഷ്ടിച്ച് ഞാൻ രക്ഷപ്പെട്ടതാണ്, എനിക്കവിടെ ശിവപാർവതിമാരുടെ ഒരു അദൃശ്യ സാന്നിധ്യം അനുഭവപ്പെട്ടു, അവരെന്നെ എങ്ങനെയോ ഈ ശംഭസാധനയിൽ നിന്ന് രക്ഷപ്പെടുത്തി, ഇനി നിങ്ങൾ എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു. അത് അപ്പോൾ ഇരുന്നോളാൻ പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ വീണ്ടും ഈ ശംഭസാധനൻ വന്ന് ഇവിടെ ഇങ്ങനെ ഭീഷണിയൊക്കെ മുഴക്കാൻ തുടങ്ങി. അപ്പോൾ ഇവളെ വിളിച്ചു. ആ സമയത്ത് എവിടുന്നോ ഈ കേസരി എന്നുള്ള വലിയ ഒരു വാനര രാജാവ് അവിടുന്ന് വന്ന് ഈ ശംഭസാധനായിട്ട് യുദ്ധം ചെയ്യണം. ഇവർ തമ്മിൽ ഘോര യുദ്ധം, കുറേ സമയം യുദ്ധം ചെയ്തു. അങ്ങനെ യുദ്ധം ചെയ്ത് രണ്ടു കൂട്ടരും തുല്യ ശക്തിയുള്ളവരാണ്, ആരും ജയിക്കുന്നില്ല. അങ്ങനെ പെട്ടെന്നൊരു സമയത്ത് ഈ പുഞ്ചികസ്ഥലയുടെ മനസ്സിൽ അപ്പോഴാണ് അഞ്ജന എന്നുള്ള ഈ വാനരകന്യകയായിട്ട് മാറുന്നത്. ആ വാനരകന്യകയുടെ പേരാണ് അഞ്ജന. അപ്പോൾ അവൾക്കൊരു എങ്ങനെ ഒരു ഉപായം തോന്നിയെന്നാണ്. പെട്ടെന്നൊരു ഉൾവിളി തോന്നിയതുപോലെ എന്തോ ഒരു ആംഗ്യത്തിൽ ഇവർ ഈ കേസരിക്ക് ഒരു ഉപായം പറഞ്ഞു കൊടുത്തു. ആ ഉപായം പ്രയോഗിച്ചിട്ട് ശംഭസാധനെ വധിച്ചു എന്നാണ്. അപ്പോൾ ആ മഹർഷിമാർ പറഞ്ഞു, നീ അവളെ കല്യാണം കഴിച്ചാൽ മതി. അങ്ങനെ അവളെ കല്യാണം കഴിച്ചത് അവർക്കൊരു പ്രൊട്ടക്ഷനും ആയല്ലോ. അങ്ങനെ ഇവർ വിവാഹം കഴിക്കണം. വിവാഹം കഴിച്ച സമയത്ത് ഇവർക്ക് കുട്ടികളൊന്നും ഉണ്ടാവുന്നില്ല. കുറേ കാലം ഇങ്ങനെ ഇതായി. അപ്പോൾ അവർ വിവാഹശേഷം രണ്ടുപേരും ശിവപാർവതി ഉപാസന എത്ര ചെയ്ത് നിരന്തരം ശിവധ്യാനം, രണ്ടുപേരും ചേർന്നിട്ട് ഒരു ധ്യാനസമ്പന്നമായിരിക്കുന്ന വൈവാഹിക ജീവിതമാണ് ഈ വാനര രൂപത്തിൽ നയിച്ചത്. ഇതാണ് നമുക്ക് വേണമെങ്കിൽ എവിടെയും സാധിക്കുന്നത് കാണിച്ചു തരുന്നത്. മനുഷ്യരൂപത്തിൽ പോലും നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല, വാനര രൂപത്തിൽ പോലും അത് അവർ പ്രാക്ടീസ് ചെയ്തു എന്നാണ്. എപ്പോഴും ശിവപാർവതിമാരുടെ പൂജ ചെയ്യുക രണ്ടുപേരും കൂടിയിട്ട്. അവർ സ്വയം ഈ പഴങ്ങൾ പറിച്ച് തിന്നിൽ നിർത്തി. പഴങ്ങൾ കണ്ടാൽ ക്ഷമ കെടുന്നത് വാനരന്മാരുടെ സ്വഭാവമാണ്. പക്ഷെ അവരത് രണ്ടുപേരും മാറ്റി ഒരു വർഷക്കാലം പ്രത്യേകം ഒരു പൂജയൊക്കെ ചെയ്തു. എവിടെയെല്ലാം വിശിഷ്ടങ്ങളായിരിക്കുന്ന പഴങ്ങളുണ്ടോ രണ്ടുപേരും അത് പറിച്ച് നദിയിൽ കൊണ്ടുപോയി അതിനെ ശുദ്ധീകരിച്ച് പൂജയൊക്കെ ചെയ്ത് ഭഗവാനും ദേവിക്കും അർപ്പിച്ചതിന് ശേഷം പ്രസാദമായിട്ട് മാത്രം ഇത് കഴിച്ച് അങ്ങനെ ഒരു നല്ല ജീവിതം നയിച്ചു. അങ്ങനെ കുറേ
കാലം അങ്ങനെ ജീവിച്ച സമയത്ത് ഇവർക്ക് ശിവപാർവതിമാർ ഒരു അനുഗ്രഹം കൊടുത്തു അത്രേ. ഇനി കുറച്ചും കൂടി വനാന്തരത്തിലേക്ക് പോയാൽ അവിടെ ഒരു ചൂതവൃക്ഷമുണ്ട്. ആ ചൂതവൃക്ഷത്തിനെ നിങ്ങൾ ഉപാസിക്കാം, അതിനെ പ്രദക്ഷിണം വയ്ക്കുക, അവിടെ ഇരുന്ന് ധ്യാനം ചെയ്യുക. ഇതെല്ലാം നാമജപാദികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ 7ാമത്തെ ദിവസം നിങ്ങൾക്ക് അവിടെ ഒരു വിശിഷ്ടമായിരിക്കുന്ന ഒരു ഫലം കിട്ടും. ആ ഫലം അഞ്ജനയ്ക്ക് ഭുജിക്കാൻ കൊടുത്താൽ മതി. അതിൽ നിന്ന് സത്പുത്രൻ ഉണ്ടാവുന്നു. അപ്പോൾ അവർ ആ ഒരു പ്രവചനത്തിൽ ശരിക്കും വിശ്വസിച്ച് അവർ ആ സ്ഥലത്ത് പോയി ചൂതവൃക്ഷത്തിനെ കണ്ടു. അവിടെ ശരിക്കും 7 ദിവസം ഭജനം ഇരുന്നു എന്നാണ്. രണ്ടുപേരും, അഞ്ജനയും വീരകേസരിയും രണ്ടുപേരും കൂടി ഭജനം ഇരുന്ന് 7ാമത്തെ ദിവസം 7 പ്രദക്ഷിണമൊക്കെ വെച്ച് അവരവിടെ നമസ്കരിച്ച് ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച സമയത്ത് ഈ വായുവിൽ നിന്ന് ഒരു പഴം വീണു എന്നാണ്. വായു ഭഗവാൻ ശിവൻ്റെ നിർദ്ദേശപ്രകാരം വായു ഭഗവാൻ എത്തിച്ചതാണ്. അപ്പോൾ വായു ആണല്ലോ വീഴ്ത്തി കൊടുത്തത്. അത് കേസരി കൈനീട്ടി മേടിച്ചു എന്ന്. ആദ്യം കേസരിയാണ് മേടിച്ചിട്ട് അത് അഞ്ജനയ്ക്ക് കൊടുക്കാനാണല്ലോ. അപ്പോൾ അദ്ദേഹം അത് നെഞ്ചോട് ചേർത്ത് വെച്ച് തൻ്റെ വീര്യം കൂടെ അതിൽ ആവാഹിച്ച് അഞ്ജനയ്ക്ക് കൊടുത്തു എന്നാണ്. ആ പഴം കഴിച്ചതിന് ശേഷം അഞ്ജന ഗർഭിണിയായി. അങ്ങനെ ഉണ്ടായതാണ് ആഞ്ജനേയൻ, അഞ്ജനിപുത്രൻ. അപ്പോൾ ദിവ്യമായിരിക്കുന്ന ജന്മമാണ്. സാധാരണ ശിശുക്കൾ ഉണ്ടാകുന്ന പോലെ അല്ല ഹനുമാൻജിയുടെയൊക്കെ ജന്മം. മാനസപുത്രന്മാരാണ്. മനസ്സിലുള്ള ആ ശുഭ സങ്കല്പത്തിൽ നിന്ന് ഉറവെടുത്തതാണ്. അവിടെ മനസ്സുകൊണ്ട് മാത്രമാണ് അവർക്ക് ആ ഒരു മനസ്സിൽ തന്നെ പ്രാർത്ഥന, മനസ്സുകൊണ്ടുള്ള ആ ഒരു സമീപനത്തിൽ മാത്രമാണ്. അപ്പം ദിവ്യമായിരിക്കുന്ന ജന്മം. അഞ്ജനാസുതൻ, അഞ്ജനിപുത്ര. അഞ്ജനം എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം, അഞ്ജനം കൺമഷി. അഞ്ജനം എന്ന് പറഞ്ഞാൽ കറുപ്പ്, കൺമഷി. കണ്ണെഴുതുന്നത് എന്തിനാ? ഇതിനിടയ്ക്ക് ഒരു കുട്ടിയോട് ചോദിച്ചു പറഞ്ഞു, ഉടനെ പറഞ്ഞു അത് ഭംഗിക്ക്, നല്ല ഭംഗിയുണ്ടാവും അത് തന്നെ. പക്ഷേ ആ ഭംഗിയൊക്കെ ഇപ്പോൾ വേണ്ടാന്ന് ചോദിച്ചല്ലോ. ഇപ്പോൾ ഇങ്ങനെ കണ്ണെഴുത്തൊന്നും ഫാഷനൊന്നും ഇല്ല. കണ്ണ് എഴുതുന്നുണ്ടെങ്കിൽ തന്നെ പുറത്തു കൂടി വരച്ചുകൊണ്ടൊക്കെയാണ്. ശരിക്കും കണ്ണ് എഴുതുമ്പോൾ കണ്ണിലെ മാലിന്യങ്ങളെല്ലാം പുറത്തു പോകുന്നു എന്നാണ് അല്ലേ. പണ്ടത്തെ ഈ മഷിയോടത്തിലൊക്കെ എണ്ണയൊക്കെ തേച്ച് അത് തിരിയിലൊക്കെ പിടിപ്പിച്ച് ചൂടാക്കിയൊക്കെ ആവുന്ന സമയത്ത് ശരിക്കും മെഡിസിനൽ എഫക്റ്റ് ഉണ്ടാവുന്നതാണ്. അത് കണ്ണിൽ എഴുതി കഴിഞ്ഞാൽ കണ്ണിലെ ഒരുവിധമുള്ള ചെറിയ അസുഖങ്ങളെല്ലാം പോയി കണ്ണ് വളരെ ക്ലിയർ ആവുന്ന, ക്ലിയർ വിഷൻ കിട്ടലാണ് പ്രധാനം. കണ്ണിന് തിളക്കം കിട്ടുക എന്ന് പറയുമ്പോൾ അല്ലേ, കണ്ണ് തെളിയുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരിക്കും വേണ്ടതിനെ കാണാൻ സാധിക്കുക. ഈ വേണ്ടാത്ത കാണലുകളൊക്കെ അവസാനിച്ചിട്ട് വേണ്ടത് കാണാനുള്ള ദൃഷ്ടി കിട്ടുന്നു. അതിനാണ് ഈ അഞ്ജനം. അപ്പോൾ ആ ദൃഷ്ടി ഉള്ളവൻ എന്നാണ് അഞ്ജനപുത്രൻ. അഞ്ജനാസുതൻ എന്നുള്ളതിൻ്റെ അർത്ഥം സൂക്ഷ്മബുദ്ധി. നേരത്തെ പറഞ്ഞു ആ സൂക്ഷ്മബുദ്ധി ഓൾറെഡി ഉണ്ട്. അതുകൊണ്ടാണ് രാമനെ വാനരരൂപത്തിലും മറക്കാതിരുന്നത്. എപ്പോഴും രാമനെ കാണാതെ എന്ത് കാണുമ്പോഴും രാമരൂപത്തിലാണ് കാണുന്നത്, സൂക്ഷ്മമായിട്ട്. അപ്പോൾ ആ കണ്ണിലെ ഭൗതികങ്ങളായിരിക്കുന്ന സുഖഭോഗങ്ങളോടുള്ള ആ ആകർഷണത്തിനെ അതിജീവിച്ചിട്ട് വേണ്ട തത്വത്തിനെ കാണാൻ സാധിക്കുന്നവെന്നർത്ഥം. ആ ഹനുമാനെ നമ്മൾ സ്മരിക്കുമ്പോൾ നമ്മൾക്കും ആ ഗുണം കിട്ടുന്നു. അപ്പോൾ അഞ്ജനിപുത്രൻ എന്ന് പറയുമ്പോൾ അപ്പോൾ ഓർമ്മിക്കുക, അത് സൂക്ഷ്മബുദ്ധിയെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. സൂക്ഷ്മബുദ്ധിയുടെ ഉടമ. തീക്ഷ്ണബുദ്ധിയല്ല, സ്ഥൂലബുദ്ധിയല്ല, സൂക്ഷ്മബുദ്ധി. ആ സൂക്ഷ്മബുദ്ധിയുള്ളവൻ. അതുപോലെ തന്നെ പവനസുത് നാമ. ആ പവനസുതൻ ഓർമ്മിക്കുമ്പോഴും നമ്മളുടെ ഉള്ളിലെ സേവനഭാവം, ആ സേവനഭാവം വരണം. ഭഗവാന്റെ സേവനം ചെയ്യാൻ, ജനാർദ്ദന സേവ, ജനസേവയായിട്ട് ചെയ്യാൻ, ജനത്തിന് മുഴുവൻ സേവനം ചെയ്യാനായിട്ടുള്ള ഒരു ഭക്തൻ്റെ രീതിയിൽ നമുക്ക് ജീവിക്കണമെങ്കിലും ഹനുമാൻജിയെ മാതൃകയാക്കാം. കാരണം പവനസുതനാണ്. ഒരു റെക്കഗ്നിഷനും പ്രതീക്ഷിക്കാതെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാം എപ്പോഴും. അതുപോലെ തന്നെ ആരുടെ മനസ്സിനും ഒരു കമ്പനം ഉണ്ടാക്കാതെ ഗീതയിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ യസ്മാന്നോദ്യുജതേ ലോകഃ ലോകാന്നോദ്യുജതേ ചയഃ. ആരുടെ മനസ്സിനെയും പ്രകമ്പനം കൊള്ളിക്കാതെ തൻ്റെ സാന്നിധ്യം കൊണ്ട് ആർക്കും ഒരു വിഷമവും ഉണ്ടാക്കുന്നില്ല. ആരുടെ സാന്നിധ്യവും തൻ്റെ മനസ്സിൻ്റെ ശാന്തിയെ ഇളക്കാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ശുദ്ധഹൃദയനായി ദൃഢചിത്തനായിട്ട് ഇരിക്കാൻ സാധിക്കലാണ് പവനസുതൻ. ജയ ഹനുമാൻ ജ്ഞാനഗുണസാഗരൻ. ജ്ഞാനത്തിൻ്റെ സാഗരം. സകല ജ്ഞാനവും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആത്മജ്ഞാനവും ഉണ്ടായിരുന്നു. ഈ ആത്മജ്ഞാനം ഉണ്ടായി എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് വാൽമീകി രാമായണത്തിൽ
വളരെ പ്രശസ്തമായിട്ട് നമ്മൾ ഉദ്ധരിക്കാറുള്ളത്. ശ്രീരാമചന്ദ്രൻ നീ ആരാണ് എന്ന് ഹനുമാൻജിയോട് ചോദിച്ചപ്പോൾ നമ്മൾ രാവിലത്തെ ദശശ്ലോകിയിൽ കണ്ടു, ഉത്തമനായിരിക്കുന്ന ഒരു സദ്ഗുരു ഉത്തമനായിരിക്കുന്ന ശിഷ്യനോട് നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ 10 ശ്ലോകമാണ് ഇങ്ങനെ പറഞ്ഞത്, ഞാൻ ആരാണ്. ശിവക്കേവലോഹം ശിവക്കേവലോഹം, ആ ധാരണ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഹനുമാൻജി പറഞ്ഞത് എന്നാ. നീ ആരാണെന്ന് ഹനുമാൻജിയോട് ചോദിച്ച സമയത്ത് ദേഹബുദ്ധ്യാതു ദാസോഹം, ദേഹം കൊണ്ട് നോക്കിയാൽ ഞാൻ അവിടുത്തെ ദാസൻ മാത്രമാണ്, അവിടുന്ന് എൻ്റെ യജമാനാണ്, ഞാൻ അവിടുത്തെ ദാസനാണ്. ജീവബുദ്ധ്യ, ജീവൻ എന്നുള്ള രീതിയിൽ, വ്യക്തി എന്നുള്ള രീതിയിൽ നോക്കിയാലോ ത്വദംശക, അവിടുത്തെ അങ്ങ് പൂർണ്ണനാണ്, ഞാൻ അംശമാണ് അല്ലേ. ഞാൻ വ്യക്തിയാണ്, ഞാൻ പരിമിതനാണ്, പരിച്ഛിന്നനാണ്, അങ്ങ് അപരിച്ഛിന്നനാണ്, അപരിമേയനാണ്. ആത്മാവ് പരമാത്മാവ് എന്നുള്ള ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ, ജീവാത്മാ പരമാത്മാ ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ അങ്ങ് പൂർണ്ണനും ഞാൻ അംശവുമാണ്. പക്ഷേ വാസ്തവബുദ്ധ്യ ആത്മബുദ്ധ്യ ത്വമേവ അഹം, ആത്മബുദ്ധിയെ കൊണ്ട് അങ്ങും ഞാനും ഒന്നാണ്. നമ്മൾ രണ്ടും രണ്ടല്ല, ഞാനേ ഉള്ളൂ, ഞാൻ തന്നെയാണ് അങ്ങ്, അങ്ങിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്കൊരു അസ്തിത്വമില്ല എന്ന് അറിയുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെ ആത്മജ്ഞാനം. ആത്മാവ് ഒന്നേ ഉള്ളൂ, ഈ ജീവനായിട്ടിരിക്കുന്നതും ഈ ജീവൻ കൊണ്ട് അനുഭവിക്കുന്നതും എല്ലാം ഒരേ ആത്മാവ് തന്നെയാണ്. ആത്മാവിനെ ഒരു തരത്തിലുള്ള ഏറ്റക്കുറച്ചിലോ വ്യയമോ സംഭവിക്കുന്നില്ല, അജം അവ്യയമായിട്ട് തന്നെ അതെന്ന് നിലനിൽക്കുന്നു എന്നുള്ള അറിവുണ്ട്. ഇതിൽ പരം ഇനി അറിവൊന്നുമില്ല. കാരണം ഇതാണ് പരമജ്ഞാനം. ഈ ജ്ഞാനത്തിനപ്പുറം വേറൊന്നില്ലല്ലോ. ഏതൊന്നറിഞ്ഞാലാണോ എല്ലാം അറിയാമെന്ന് പറഞ്ഞു. ഇനിയൊന്നും എനിക്കറിയാനില്ല. പുരുഷാത് ന പരം കിഞ്ചിത്, പരമപുരുഷൻ അപ്പുറം വേറൊന്നില്ല. ആ പരമപുരുഷ ജ്ഞാനമാണ് ഹനുമാൻജിക്കുള്ളത്. അതുപോലെ തന്നെ മറ്റുള്ള ജ്ഞാനങ്ങളെയൊക്കെ പറയാറുണ്ട്. അത് രാമായണത്തിൽ ഇഷ്ടംപോലെ ഉദാഹരണം നമുക്ക് ഓരോ ഖണ്ഡങ്ങളിലും കാണാം. വാൽമീകി തന്നെ ഒരിടത്ത് പറയുന്നത് 9 തരത്തിലുള്ള വ്യാകരണം തന്നെ നിശ്ചിതമായിരുന്നു. ഇവിടെ ഒരു ഗ്രാമർ പഠിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ കോളേജിലൊക്കെ പഠിച്ചത് ഇപ്പോൾ കാകളിയുടെയോ കേകയുടെയൊക്കെ വൃത്തോ പിന്നെ ലക്ഷണമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. സംസ്കൃതത്തിൽ പിന്നെ പറയാനുമില്ല അല്ലേ. ഒരു ഭാഷയുടെ വ്യാകരണം പഠിക്കുന്നത് തന്നെ ആ പരീക്ഷയ്ക്ക് ഒന്നും അഭ്യസിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടു. പിന്നെ ജീവിതത്തിലേക്ക് നമുക്ക് പ്രയോഗത്തിനൊന്നും പ്രയോജനപ്പെടുത്തുന്നില്ല, ഓർമ്മയുണ്ടാകുന്നില്ല. ഹനുമാൻജിക്ക് 9 തരത്തിലുള്ള വ്യാകരണം അറിയായിരുന്നു എന്നാണ്. വ്യാകരണം പൂർണ്ണമായിട്ടും അറിയായിരുന്നു. ശാസ്ത്രജ്ഞാനമാണെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ല തെളിവ് രാവണൻ്റെ സഭയിൽ ഹനുമാൻജി ദൂതിന് പോയ സമയത്ത്, ബന്ധനസ്ഥനാക്കിയിട്ട് കൊണ്ടുപോയ സമയത്ത് ഹനുമാൻജിനെ ദൂത് പറയുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യത്തിൽ, അവിടെയുള്ള ആ സംവാദത്തിൽ ഹനുമാൻജിയുടെ ജ്ഞാനം മുഴുവൻ അറിയാം. എന്തെല്ലാമാണ് പഠിച്ചിരിക്കുന്നത്. ആ വാക്കുകളുടെ പ്രയോഗവും തൻ്റെ യജമാനനെ പരിചയപ്പെടുത്തുമ്പോഴുള്ള ഹനുമാൻജിയുടെ ആ ഒരു വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയും, രാവണനെ അഭിസംബോധന ചെയ്യുമ്പോൾ ഉള്ള വാക്കുകളുടെ പ്രയോഗവും എല്ലാം സാഹിത്യത്തിനെ പറ്റിയിട്ടായാലും ശാസ്ത്രത്തിൻ്റെ ജ്ഞാനത്തിനെ പറ്റിയിട്ടായാലും ആ ഉദ്ധരണികളോട് കൂടിയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ആദ്യം കണ്ടുമുട്ടുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ശ്രീരാമൻ കിഷ്കിന്ധയിൽ വെച്ചിട്ട് ഹനുമാൻജിയെ കണ്ടപ്പോൾ തന്നെ പറയുന്നുണ്ട്, ഇദ്ദേഹത്തിനെ കാണുമ്പോൾ അറിയുന്നുണ്ട് ഇദ്ദേഹം സാമവേദവും ഋഗ്വേദവും എല്ലാം പഠിച്ച വ്യക്തിയാണെന്ന്. വെറും ഒരു വാനരനല്ല, ഋഗ്വേദവും സാമവേദവും എല്ലാം പഠിച്ച വ്യക്തിയാണെന്ന് അദ്ദേഹത്തിൻ്റെ അംഗചലനങ്ങളെ കൊണ്ട് പോലും മനസ്സിലായിന. കണ്ണും കയ്യും കാലും എല്ലാം അനക്കല്ല് കൂടെ പോലും ഹനുമാൻജിയുടെ വ്യക്തിത്വം പ്രകടീകരിച്ചു എന്ന്. അദ്ദേഹം അത്രയും ശാസ്ത്രജ്ഞാനമുള്ളതാണ്, വേദജ്ഞാനം പോലും ഉണ്ടായിരുന്നു എന്നാണ്. അപ്പം നോക്കൂ, ഇതെല്ലാം നമുക്ക് എന്തിലാണോ പ്രാവീണ്യം വേണ്ടത്, നമുക്ക് ഇനിയും കുറേ ശാസ്ത്രഗ്രന്ഥങ്ങൾ പഠിക്കണം, അത് നമുക്ക് ആഗ്രഹം ഉണ്ടാവാറുണ്ട് അല്ലേ. കുറേ കാലം നമ്മൾ അറിഞ്ഞില്ല, കുറേ കാലം അറിയാതെ പോയി. ഇപ്പം അറിഞ്ഞു തുടങ്ങുമ്പോഴേക്കും അത് പഠിക്കണം എന്നുണ്ട്, സഹസ്രനാമം പഠിക്കണം, നാരായണീയം പഠിക്കണം, ഗീത പഠിക്കണം, അപ്പോഴേക്കും ഉപനിഷത്ത് കേൾക്കും, അപ്പോൾ അതിത്തിരി വായിക്കണം. അപ്പോൾ ഒരാൾ പറയും ലളിതാ സഹസ്രനാമമാണ് കുറിച്ച്, അപ്പോൾ അതിത്തിരി പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട് അല്ലേ. ഇതിലൊന്നും മനസ്സ് നിൽക്കുന്നില്ല, ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് ഈ ഹനുമത് സ്മരണ മനസ്സിന് ബലം തരുന്ന, എനിക്ക് സാധിക്കും, എന്തുകൊണ്ട് എനിക്ക് സാധിക്കില്ല എന്നുള്ളൊരു തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ നമുക്ക് ഹനുമത് സ്മരണം കൊണ്ട് സാധിക്കണം. കാരണം ഹനുമാൻജി തുടങ്ങിയ ഒരു കാര്യം പകുതിക്ക് വെച്ച് പോയിട്ടില്ല. തുടങ്ങിയ എല്ലാ കാര്യവും പൂർത്തീകരിച്ച ഒരു ചരിത്രമേ ഹനുമാൻജിക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ശാസ്ത്രത്തിലോ
ഏതെങ്കിലും ഒരു വിഷയത്തിലോ ജ്ഞാനം വേണമെന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് ഉറപ്പ് കിട്ടാനായിട്ട് ഇപ്പോൾ യുവാക്കളുടെയും അതുപോലെ തന്നെ മറ്റു കുട്ടികളുടെയും എല്ലാം പ്രധാന, യുവാക്കളുടെ ഒന്ന് മാത്രമല്ല എല്ലാവരുടെയും പറയാം, പ്രത്യേകിച്ചിട്ട് യുവാക്കൾക്ക് ഈ വലിയ ലക്ഷ്യമൊക്കെ ഉണ്ട്, പലതും നേടണം, പലയിടത്തും എത്തിച്ചേരണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നം എന്താ, അവിടെ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അല്ലേ, വിൽ പവറിൻ്റെ കുറവ്. എല്ലാം വേണമെന്നുണ്ട്, പക്ഷെ തുടങ്ങുമ്പോൾ എനിക്ക് പറ്റില്ല എന്നാണ് തോന്നണം, എനിക്ക് സാധിക്കില്ല, പിന്നെ അതിനൊരു കൗൺസിലിങ്ങിന് പോകണം, അത് വേറൊരാളിങ്ങനെ സപ്പോർട്ട് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണം. പലരും ഓർമ്മിക്കണം, തൻ്റെ ലക്ഷ്യത്തിനെ പറ്റി ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. പരീക്ഷയല്ലേ അല്ലേ, പഠിക്കണ്ടേ, എൻട്രൻസ് അല്ലേ, ഇതിങ്ങനെ ചോദിച്ച് നമ്മളിങ്ങനെ പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഹനുമാൻജിയുടെ സ്വഭാവം അങ്ങനെയല്ല, തനിക്ക് വേണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പഠിച്ചിരിക്കണം. എങ്ങനെയാണ് ഹനുമാൻജി ഈ വിദ്യയൊക്കെ സ്വായത്താക്കിയത്? ഹനുമാൻജിയുടെ ഗുരു സൂര്യഭഗവാനായിരുന്നു എന്നാണ് പറയുന്നത്. സൂര്യഭഗവാന്റെ നില എന്താണ്? അഹം വിവസ്വതേ പ്രോക്ത, ഞാൻ ആദ്യം അറിവ് പകർന്നു കൊടുത്തിരിക്കുന്നത് വിവസ്വാനാണ്. വിവസ്വാൻ എന്ന് പറഞ്ഞാൽ സൂര്യഭഗവാൻ. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ഗീതയിൽ പ്രസ്താവിച്ചിട്ടുള്ളത് ഈ ശരിക്കും ഈ കർമ്മരഹസ്യം യോഗം പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ആദ്യം സൂര്യഭഗവാനാണ്. ആദ്യമായിട്ട് ഈ ലോകത്തിൽ ഒരാൾക്ക് ഉപദേശം കൊടുത്തിട്ടുള്ളത് സൂര്യഭഗവാനാണ്. ആ സൂര്യഭഗവാനാണ് ഈ ലോകത്തിലെ എല്ലാ ചരാചരങ്ങളെയും കർമ്മോത്സുകരാക്കിയിട്ട് എപ്പോഴും ആ ലക്ഷ്യത്തിനെ സൂര്യൻ എപ്പോഴും ജ്ഞാനത്തിൻ്റെ പ്രതീകവും കൂടിയാണ് അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സൂര്യഭഗവാനാണ് ഹനുമാൻജിയെ പഠിപ്പിച്ചത്. ഈ ഹനുമാൻജി വീണ സമയത്ത്, അഞ്ജനാപുത്രനായിട്ട് ഇങ്ങനെ വീണ സമയത്ത് പിന്നെ ആരാണ് ഈ കുട്ടിയെ പഠിപ്പിക്കുക? അപ്പം സൂര്യഭഗവാനെയാണ് ഇത്ര സമീപിച്ചത്. അപ്പോൾ സൂര്യഭഗവാൻ ഒരു വിഷമം പറഞ്ഞു. പിന്നെ മറ്റു പലരും, വായുഭഗവാനാണ് രക്ഷാകർത്തൃത്വം ഏറ്റെടുത്തത്. കാരണം ഈ കുട്ടി ജനിച്ചതോടുകൂടി അഞ്ജന തിരിച്ചുപോയി, പുഞ്ചികസ്ഥലയായിട്ട് വീണ്ടും ബൃഹസ്പതിയെ സേവിക്കാൻ തുടങ്ങിയെന്നാ. അപ്പോൾ കുട്ടി അത്രയും താഴെ അവിടെ അങ്ങനെ സ്വയമേവ വളരെയാണ്. പക്ഷേ അദൃശ്യമായിരിക്കുന്ന കാര്യങ്ങൾ കുട്ടിയെ ഇങ്ങനെ രക്ഷിക്കേണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ വായു ഭഗവാൻ വിചാരിക്കുകയാണ്, വായു എപ്പോഴും ഉണ്ടല്ലോ, കുട്ടിയെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ വായു ഭഗവാൻ വിചാരിക്കുകയാണ് ഈ കുട്ടിയെ ഉത്തമനായിരിക്കുന്ന ഒരു ഗുരുവിൻ്റെ അടുത്ത് എത്തിക്കണം. അപ്പോഴാണ് പലരെയും ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അതൊന്നും പോരാ, തൻ്റെ മകൻ അതിനേക്കാളും കേമനാവണം എന്ന് ആഗ്രഹിച്ചു. അപ്പോൾ സൂര്യഭഗവാനേക്കാളും കൂടുതലായിട്ട് എൻ്റെ കുട്ടിക്ക് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് സൂര്യഭഗവാനെ സമീപിച്ചത്. അപ്പോൾ സൂര്യനോട് പറഞ്ഞു, ഇങ്ങനെ അങ്ങല്ലാതെ പിന്നെ യുക്തനായിരിക്കുന്ന വേറൊരു ഗുരുവിനെ എനിക്ക് ബോധ്യപ്പെടുന്നില്ല, അങ്ങ് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം, സൂര്യൻ്റെ 7 കുതിരകളെ പൂട്ടിയ തേരിലാണല്ലോ സൂര്യൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ തെളിക്കുന്ന സാരഥിയെ കൊണ്ട്, അതുപോലെ മറ്റു പലരും എപ്പോഴും സൂര്യൻ്റെ കൂടെ കൊണ്ട്, അവർക്ക് ഈ വാനരം കൂടെ ഇരിക്കുന്നത് രസിച്ചില്ലെങ്കിലോ? പിന്നെ ക്ലാസ്മേറ്റിനെ ഒരു കുരങ്ങനായിട്ട് അടുത്തിരിക്കാൻ കുട്ടികൾ സമ്മതിച്ചിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും? അതുമല്ല, വാനരൻ്റെ സ്വഭാവം പോലെ ആരെങ്കിലുമൊക്കെ ഉപദ്രവിച്ചാലോ എന്നൊക്കെ ചിലപ്പോൾ മറ്റുള്ളവർക്ക് പേടിയുണ്ടാവും. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഉള്ള ശിഷ്യഗണങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവും, അവരെങ്ങാനും തടസ്സം പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഹനുമാൻജി പറഞ്ഞു അത്രേ, അതങ്ങ് പേടിക്കണ്ട, ഞാൻ അവരുടെ കൂടെ ഇരിക്കുന്നില്ല, ഞാൻ അങ്ങയെ അവർ ഇങ്ങോട്ടല്ലേ ഇരിക്കുന്നത്, ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കാതെ അവരുടെ അടുത്തിരിക്കുന്നില്ല. അപ്പോൾ സൂര്യന് അഭിമുഖമായിട്ടിരുന്നിട്ട്, സൂര്യൻ ഇങ്ങനെ മുന്നോട്ട് തേര് തെളിച്ചുകൊണ്ട് പോവുകയാണ്, പക്ഷേ പുറകോട്ടാണ് അദ്ദേഹം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന തേരിലിരുന്നിട്ട്, അല്ലാത്ത സമയത്തൊന്നും ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞാൻ അങ്ങയിൽ നിന്ന് പഠിച്ചോളാം, അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നോളാം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നിരന്തരം സൂര്യൻ്റെ രഥം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഓടിക്കൊണ്ടിരിക്കുന്ന രഥത്തിൽ ഭയങ്കര സ്പീഡാണെന്നാണ് പറയാം, അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന തേരിലിരുന്ന് എത്രയും വേഗം പഠിക്കാനുള്ള അഭിവാഞ്ചയോടുകൂടി പഠിച്ചു എന്ന്. അങ്ങനെ ഏതാനും നാഴികകൾ കൊണ്ട് 4 വേദവും 6 വേദാംഗങ്ങളും ഹനുമാൻജി പഠിച്ചു എന്ന്. 4 വേദങ്ങളും എത്രയോ 30 നാഴിക എന്നെന്തോ പറയുന്നുണ്ട്. വളരെ കുറച്ച് സമയം കൊണ്ട് 4 വേദങ്ങളും 6 വേദാംഗങ്ങളും പഠിച്ചു എന്ന്. അപ്പോൾ നമുക്കൊന്നും സംശയം വേണ്ട, ഈ ബുദ്ധി ഉണ്ടാവാനായിട്ട്, അതുകൊണ്ടാണ് കുട്ടികളോട് എപ്പോഴും പറയുന്നത്, ഈ ബുദ്ധി വികസിക്കാനായിട്ടും ബുദ്ധിക്ക് ഏകാഗ്രത കിട്ടാനായിട്ടും ആത്മവിശ്വാസം വർദ്ധിക്കാനായിട്ടും ഈ ഹനുമാൻ ചാലീസ ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ, അതിൻ്റെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫലം ഉണ്ടാവുന്നു. ജയ ഹനുമാൻ ജ്ഞാന ഗുണസാഗര. പിന്നെ ഗുണം എന്താ? സർവഗുണസമ്പന്നത, വിശിഷ്ട ഗുണങ്ങളായിരിക്കുന്ന എല്ലാം ഉണ്ട്. പരസഹായം, കരുണ, അതുപോലെ മറ്റുള്ള എല്ലാ നല്ല ഗുണങ്ങളുണ്ട്.
അതിനെല്ലാം ഉപരി ഏറ്റവും വിശിഷ്ട ഗുണമായിരിക്കുന്ന വിനയം. ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത്, എനിക്ക് ഇത്രയും കഴിവും അറിവും ബലവും ബുദ്ധിയും ഉണ്ട് എന്നുള്ള അഹങ്കാരമില്ലായ്മയാണ് ഏറ്റവും വലിയ ഗുണം. എല്ലാ ഗുണങ്ങളും ഉണ്ട്, പക്ഷേ ഈ അഹങ്കാരം, ഈ ഈഗോ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ മറ്റെല്ലാറ്റിനെയും കെടുത്തും.